നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ICU പീഡന കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ കോടതിയലക്ഷ്യ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. നിയമന ഉത്തരവ് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് നടപടി. നിയമന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന സർക്കാരിന്റെ ഹർജി വേനലവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഏതു സാഹചര്യത്തിലാണ് കോടതി കേസ് വേനലവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? CBI അനിതയുടെ കോടതിയലക്ഷ്യ ഹർജിയിലെ നടപടികൾ ഇന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നടപടി. അത് സർക്കാർ അതൊരു സാങ്കേതിക നടപടി എന്ന രീതിയിൽ സർക്കാർ ഈ നിയമന ഉത്തരവ് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പിന്നീടുണ്ടായതെല്ലാം സാങ്കേതികമായ നടപടികൾ മാത്രമാണ്. തങ്ങൾ നിയമിച്ചിട്ടുണ്ട് PB അനിതയെ, അതിനാൽ തന്നെ കോടതിയലക്ഷ്യ ഹർജി നിലനിൽക്കില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനോടകം തന്നെ ഈ നിയമന ഉത്തരവ് പുനഃപരിശോധിക്കണം എന്ന സർക്കാരിന്റെ ഹർജി കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സർക്കാർ നൽകിയതാണ്. അതിൽ പക്ഷേ അത് പിൻവലിക്കുന്ന കാര്യമൊന്നും തന്നെ കോടതിയിൽ ഇന്ന് സർക്കാർ പറഞ്ഞില്ല. തുടർന്നാണ് അത് വേനലവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിവെച്ചിട്ടുള്ളത്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്രീകാന്താണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം നൽകി തുടങ്ങി. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ്. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുകയാണ് കോട്ടയത്ത് നിന്നും. ടോബി, ഫ്രാൻസിസ് ജോർജിന് ചിഹ്നമായിരിക്കുന്നു, വിശദാംശങ്ങൾ. ഓട്ടോറിക്ഷ ചിഹ്നമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ചിഹ്നമാണ് അവർ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറോ അല്ലെങ്കിൽ തെങ്ങിൻ തോപ്പോ വേണമെന്നുള്ള 3 ഓപ്ഷനുകളാണ് ഇവർ നൽകിയത്. അതിൽ ഇപ്പോൾ ഓട്ടോറിക്ഷ തന്നെ നൽകിയിരിക്കുകയാണ്. കൂടുതൽ ജനകീയമായ ഒരു ചിഹ്നം എന്നുള്ള നിലയിലാണ് ഓട്ടോറിക്ഷ തെരഞ്ഞെടുത്തത്. എന്തായാലും ഈ കഴിഞ്ഞ ഒരു മാസക്കാലം ഒരു ചിഹ്നമില്ലാതെ പ്രചരണ രംഗത്ത് ഇറങ്ങേണ്ടി വന്നതിന്റെ വലിയ ബുദ്ധിമുട്ട് UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഇന്നു മുതൽ ഇപ്പോൾ അദ്ദേഹം ഓട്ടോറിക്ഷ ചിഹ്നം ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2 ചിഹ്നമാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനുള്ളത്. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിക്ക് കുടം ചിഹ്നം നേരത്തെ തന്നെ അനുവദിച്ച് കിട്ടിയിരുന്നു. രജിസ്റ്റേർഡ് പാർട്ടി ആയതുകൊണ്ടാണ് താമസമുണ്ടായത്. 3 പേർ മത്സരിക്കുന്ന 2 പേർ കൂടി ഈ ഓട്ടോറിക്ഷ ചിഹ്നം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു രജിസ്റ്റേർഡ് പാർട്ടി എന്ന നിലയ്ക്ക് ഇവർക്ക് തന്നെ നൽകാൻ, ഫ്രാൻസിസ് ജോർജിന് തന്നെ നൽകാൻ തീരുമാനം എടുക്കുകയായിരുന്നു. നിലവിൽ 14 സ്ഥാനാർത്ഥികളാണ് കോട്ടയത്ത് മത്സരിക്കുന്നത്. 14 പേരുടെ നാമനിർദ്ദേശ പത്രികയാണ് സ്വീകരിച്ചത്. അവരിൽ ആരും തന്നെ പിന്മാറാൻ തയ്യാറായില്ല. അങ്ങനെ 14 പേർ മത്സര രംഗത്തുണ്ട്. പ്രമുഖ സ്ഥാനാർത്ഥികൾ ഫ്രാൻസിസ് ജോർജ് UDFിന് വേണ്ടിയും തോമസ് ചാഴികാടൻ LDFിന് വേണ്ടിയും തുഷാർ വെള്ളാപ്പള്ളി NDAക്ക് വേണ്ടിയും പോരാട്ടത്തിനിറങ്ങും. 3 പേർക്കും ചിഹ്നമായിരിക്കുന്നു. എന്തായാലും കോട്ടയത്ത് ശക്തമായ പോരാട്ടത്തിലേക്ക് മുന്നണികൾ കടന്നിരിക്കുകയാണ്. ക്രിസ്റ്റീന, നാമനിർദ്ദേശ പത്രികകളുടെ പരിശോധനയ്ക്ക് ശേഷം കോട്ടയത്ത് 14 സ്ഥാനാർത്ഥികൾ. വിശദാംശങ്ങൾ നൽകിയത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാനാകുമെന്ന തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ച ഒരാൾ അറസ്റ്റിൽ. വെണ്ണല സ്വദേശി ഷാജി കുര്യന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സൈബർ ഡോമാണ് പാലാരിവട്ടം പോലീസിന് ദൃശ്യങ്ങൾ കൈമാറിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഇതിനു മുൻപും പല ലേഖനങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ വെണ്ണല സ്വദേശിയുടെ അറസ്റ്റ്? തമിഴ്നാട്ടിലുള്ള ഒരു വാർത്താ യൂട്യൂബ് ചാനൽ ഇത്തരത്തിൽ ഈ EVM ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. നിലവിൽ അറസ്റ്റിലായി വെണ്ണല സ്വദേശി. ഈ വാർത്തയും അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളും
പ്രചരിപ്പിച്ചു എന്ന അടിസ്ഥാനത്തിലാണ് നിലവിൽ പാലാരിവട്ടം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ പാലാരിവട്ടത്ത് സമാനമായ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2 കേസുകളിൽ ഒരു അറസ്റ്റ് നിലവിൽ നടന്നിട്ടുണ്ട്. മറ്റ് ഒരു കേസിലെ സ്വദേശി അയാൾ ഇവിടെ ഇല്ല, ജില്ലയ്ക്ക് പുറത്താണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം സൈബർ ഡോം നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഷൈജു എന്ന് പറയുന്ന ആള് പ്രചരിപ്പിച്ചതായി കണ്ടത്. തുടർന്നാണ് ഇയാൾക്കെതിരെ നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അതൃപ്തിയെന്ന വാർത്ത നിഷേധിച്ച് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ജില്ലയിലെ പ്രവർത്തനം അതിഗംഭീരമാണെന്നും തന്നെ തകർക്കാൻ നീക്കം നടക്കുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് പന്തളം പ്രതാപനെ മാറ്റിയെന്ന് ശോഭാ സുരേന്ദ്രൻ സ്ഥിരീകരിച്ചു. എന്നാൽ പരാതിയെ തുടർന്നല്ല ചുമതല മാറ്റമെന്നായിരുന്നു NDA സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ജില്ലാ പ്രസിഡന്റ് MB ഗോപകുമാറിനാണ് പുതിയ ചുമതല. മുണ്ട് മുറുക്കിയെടുത്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോൾ എന്നെ തകർക്കാൻ KC വേണുഗോപാലിന് വേണ്ടി, കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൾ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തന്റേടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പ്രകടന പത്രികയ്ക്കെതിരായ BJP നേതാക്കളുടെ പരാമർശത്തിൽ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതെന്ന പരാമർശത്തിനെതിരെയാണ് പരാതി. പ്രധാനമന്ത്രി അടക്കമുള്ളവർ നടത്തിയ പരാമർശത്തിനെതിരെയാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ ഒരു BJPയുടെ പരാമർശം വിവാദമായിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കോൺഗ്രസ് പരാതിയും നൽകിയിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതിയെ കാണുക? പ്രകടന പത്രികയ്ക്കെതിരായ BJP നേതാക്കളുടെ പരാമർശത്തിൽ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഈ പരാമർശം, അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതാണെന്ന പരാമർശം, അത് പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ഒരു പരാതിയായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്ക് മുൻനിർത്തിക്കൊണ്ട് ആക്രമണം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനം BJP എടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ ഒരു വിമർശനത്തിന് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഏപ്രിൽ 6-ന് ആ വിമർശനത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യം എന്നുള്ളത് കോൺഗ്രസിൻ്റേത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികയ്ക്ക് സമാനമാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പ്രകടന പത്രികയിലെ മറ്റ് ഭാഗങ്ങൾ എന്നുള്ളത് ഇടത് പാർട്ടികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ആശയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നും രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നും നുണകൾ കുത്തി നിറച്ചതാണ് പ്രകടന പത്രിക എന്നതടക്കമുള്ള തുടർച്ചയായ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി ഒപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായ പവൻ ഖേര, മുകുൾ വാസ്നിക്, സൽമാൻ ഖുർഷിദ് എന്നിവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികയോട് ഉപമിച്ച നടപടി, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുഴുവനായും കള്ളങ്ങളാണ് എന്ന പരാമർശം അടക്കമുള്ള പരാമർശങ്ങളിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ജനങ്ങളിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ, ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ജനങ്ങളിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നതും. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഇത്തരത്തിൽ ഈ ലംഘനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഉചിതമായ നടപടിയെടുക്കണം എന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി MLA ദുർഗേഷ് പഥക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ദുർഗേഷ് പഥകിന്റെ ചോദ്യം ചെയ്യൽ
ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് AAP ആരോപിച്ചു. 50 കൗൺസിലർമാരെ BJPയിൽ എത്തിച്ചാൽ അറസ്റ്റ് ഒഴിവാക്കാമെന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ വെളിപ്പെടുത്തി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി തന്നെയാണ് ചേരുന്നത് വീണ്ടും ഡൽഹിയിൽ നിന്ന്. ബൽറാം, അതിഷി മല്ലേനെയും സമാനമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുകയാണല്ലോ. ആം ആദ്മി പാർട്ടിയുടെ MLA ദുർഗേഷ് പഥകിനെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ദുർഗേഷ് പഥകിനോട് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയത്. എന്നാൽ ഉടൻ തന്നെ 1 മണിക്കൂറിനകം തന്നെ ചോദ്യം ചെയ്യലിനായി അദ്ദേഹം ഹാജരാകുകയായിരുന്നു EDക്ക് മുന്നിൽ. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പണം ഗോവ തെരഞ്ഞെടുപ്പിനാണ് ഉപയോഗിച്ചതെന്നാണ് ED ആരോപണം. ഈ ഗോവയുടെ ചുമതലയുള്ള നേതാവാണ് ദുർഗേഷ് പഥക്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ അതേസമയം ഡൽഹിയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാനുള്ള BJPയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം എന്നാണ് ആം ആദ്മി വൃത്തങ്ങൾ ആരോപിക്കുന്നത്. ദുർഗേഷ് പഥകിന് തന്നെയാണ് ഡൽഹി MCDയുടെ ചുമതലയും വഹിക്കുന്നത്. അദ്ദേഹം പാർട്ടിയുടെ ഉന്നത ബോഡിയിൽ തന്നെ അംഗമായ വ്യക്തി കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ 50 കൗൺസിലർമാരെ മറുപക്ഷത്തേക്ക് BJP പക്ഷത്തേക്ക് എത്തിച്ചാൽ ഈ കേസിൽ നിന്നും ഒഴിവാക്കാമെന്നും അറസ്റ്റ് ഒഴിവാക്കാമെന്നും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അത് നിരസിച്ചതോടെയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നത് എന്നുമാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ ആരോപിക്കുന്നത്. MCD മേയർ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഭരണം അട്ടിമറിക്കാൻ BJP നീക്കം നടത്തുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായ ബിഭവ് കുമാറിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ ആറളത്ത് പറമ്പിലെ തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വയോധികൻ പൊള്ളലേറ്റു മരിച്ചു. ആറളം ഫാം 9-ാം ബ്ലോക്കിലെ വേണുഗോപാലനാണ് മരിച്ചത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുകയാണ്. സജോ, ഈ വേനൽക്കാലമാണ്, തീപിടുത്ത സാധ്യത മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. സംഭവമാണ് കണ്ണൂർ ആറളം ഫാമിലെ പുനരധിവാസ മേഖലയായ 9-ാം ബ്ലോക്കിലെ വേണുഗോപാലൻ സമീപത്ത് വലിയ തോതിൽ തീ പടർന്നിരുന്നു. ആ തീ കെടുത്താൻ ഈ മേഖലയിലടക്കം വ്യാപകമായി തീ പടരുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പറമ്പിനോട് ചേർന്ന പ്രദേശങ്ങളിലടക്കം വ്യാപകമായി തീ പടരുകയും അവിടെയുള്ള കാർഷിക വിളകളൊക്കെ നശിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് 9-ാം ബ്ലോക്കിലെ താമസക്കാരനായ വേണുഗോപാലൻ 77 വയസ്സാണ് തീ പൊള്ളലേറ്റ് മരിച്ചത്. പിന്നാലെയാണ് സംഭവ സ്ഥലത്തേക്ക് ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ കഴിഞ്ഞത്. പിന്നീട് നാട്ടുകാരും പോലീസും ഒക്കെ എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. മേഖലയിലെ തീ അഗ്നിരക്ഷാ സേന എത്തി അണച്ചു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദൗർഭാഗ്യകരമായ സംഭവം. ക്രിസ്റ്റീന. ശരി, കണ്ണൂർ ആറളത്ത് പറമ്പിലെ തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വയോധികൻ പൊള്ളലേറ്റു മരിച്ചു. വിവരങ്ങൾ നൽകിയത് സജോ ദേവസ്യ. വാർത്തകൾ തുടരുന്നു. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇന്നലെ മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന ഖത്തമുൽ ഖുറാൻ പ്രാർത്ഥനയിൽ 25 ലക്ഷത്തോളം വിശ്വാസികളാണ് പങ്കെടുത്തത്. തുടർച്ചയായ 34-ാമത്തെ വർഷവും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. إياك نعبد وإياك نستعين اهدنا الصراط المستقيم. റമദാൻ 29-ാം രാവായ ഇന്നലെ മക്കയിലെ ഹറം പള്ളിയിലെത്തിയത് 25 ലക്ഷത്തോളം വിശ്വാസികളാണ്. ഒറ്റപ്പെട്ട രാവിന്റെ പുണ്യം കരസ്ഥമാക്കാനും ഖതമുൽ ഖുർആൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുമാണ് വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകിയത്. ഹറം പള്ളിക്ക് സമീപത്തുള്ള റോഡുകളിലും മറ്റും കിലോമീറ്ററുകൾ അകലെ നിന്നുകൊണ്ടാണ് പല വിശ്വാസികളും പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. ഹറം പള്ളിയിൽ റമദാനിലെ പ്രത്യേക നിസ്കാരമായ തറാവീഹിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് ഖതമുൽ ഖുർആൻ പ്രാർത്ഥന. ഹറംകാര വിഭാഗ മേധാവി കൂടിയായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഖതമുൽ ഖുർആൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർച്ചയായ 34-ാമത്തെ വർഷമാണ് ഷെയ്ഖ് സുദൈസ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്.
വിശ്വാസികളുടെ സാധാരണ ആവശ്യങ്ങളും പലസ്തീൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അരമണിക്കൂറോളം നീണ്ടു. اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اعف عنا وعن آبائنا وأمهاتنا وولاة أمرنا وعلمائنا وأزواجنا وذرياتنا. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും വിവിധ ലോക നേതാക്കളും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഇതോടെ ഒരു മാസക്കാലം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇസ്ലാം മത വിശ്വാസികൾ നോമ്പെടുത്തത്. പട്ടിണി കിടന്നും ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും മനസ്സും ശരീരവും ശുദ്ധീകരിച്ച വിശ്വാസികൾ ഇനി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനായി കാത്തിരിക്കുകയാണ് ലോകം. വടക്കേ അമേരിക്കയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമേ ഇന്ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നേരിട്ട് കാണാനാവുകയുള്ളൂവെങ്കിലും നാസയുടെ ലൈവ് സ്ട്രീമിംഗിലൂടെ ലോകത്തിനു മുഴുവൻ അത് ദൃശ്യമാകും. അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനായി കാത്തിരിക്കുകയാണ് ലോകം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9:13 മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ 2:22 വരെയാണ് സൂര്യഗ്രഹണം. വടക്കേ അമേരിക്കയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമേ സൂര്യഗ്രഹണം നേരിട്ട് ദൃശ്യമാകുകയുള്ളൂവെങ്കിലും നാസയുടെ യൂട്യൂബ് ചാനലിലൂടെയും വെബ്സൈറ്റിലൂടെയും ഓൺലൈൻ സ്ട്രീമിംഗിലൂടെ ലോകത്തിന് ലൈവായി കാണാനാകും. സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം. സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ അമേരിക്കയിലേക്ക് 40 ലക്ഷം സന്ദർശകർ എത്തിക്കഴിഞ്ഞു. വിനോദസഞ്ചാര മേഖലയിൽ $100 കോടി വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഗ്രഹണ സമയത്ത് വടക്കേ അമേരിക്കയിലെ ചില പ്രദേശങ്ങൾ 4 മിനിറ്റ് നേരത്തേക്ക് സമ്പൂർണ്ണ ഇരുട്ടിലാകും. ഇത്തവണത്തെ സൂര്യഗ്രഹണത്തോടൊപ്പം ഡെവിൾസ് കോമറ്റ് എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രവും ദൃശ്യമായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. റിസർച്ച് ഡെസ്ക് 24. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കഠിന പ്രയത്നത്തിലാണ് എല്ലാവരും. അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ ഇനി 8 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. $34 കോടി രൂപയാണ് അബ്ദുറഹീമിന്റെ മോചനത്തിനായി വേണ്ടത്. അവശേഷിക്കുന്നത് 8 ദിവസം മാത്രം. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ജനകീയ കൂട്ടായ്മ. ഏപ്രിൽ 16 ഇതിന്റെ അവസാന ദിവസം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ളിൽ ഈ വലിയ ഒരു സംഖ്യ സ്വരൂപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതിന് വളരെയധികം സഹായകമായി മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആളുകളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. മോചനത്തുകയുടെ 10% പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കുടുംബത്തിനായി സൗദിയിൽ പോയ അബ്ദുറഹീം 18 വർഷം മുൻപാണ് കേസിൽ അകപ്പെട്ടത്. മകന്റെ തിരിച്ചുവരവിനുള്ള തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മാതാവ് ഫാത്തിമ. 24 കോഴിക്കോട്. 24 റൗണ്ടപ്പിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.